കഴിഞ്ഞ 45 ദിവസമായി നടത്തിവരുന്ന വെബിനാർ സീരീസിൽ വളരെ സുപ്രധാനമായ ഒരു വെബിനാറിന്റെ ദിവസമാണ്. ഇന്ന് സംവദിക്കുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ആരാധ്യനായ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർകളാണ്. മൗലികമായ ചിന്തകൾ കൊണ്ട് സമ്പുഷ്ടമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും നിലപാടുകളുടെ ദാർഢ്യവും ജനകീയതയും കൊണ്ട് ശ്രദ്ധേയനാവുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വളരെ മനോഹരവും സ്വതസിദ്ധവുമായ ഒരു ഭാഷാശൈലി അനുവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഇന്ന് നമ്മുടെ വെബിനാറിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ മൗലികമായ ഒരു വിഷയമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നാം കോവിഡുമായി ബന്ധപ്പെട്ട ധാരാളം ആശയങ്ങളുടെ വെബിനാറുകൾ ഇതിനകം തന്നെ കണ്ടിട്ടുള്ളവരാണ്. കോവിഡാനന്തരമായ ലോകത്തെ പറ്റി, ഭാരതത്തെ പറ്റി, വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ നാം ധാരാളം ചർച്ചകൾ കേട്ടു. ഇന്ന് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർ നമ്മളോട് സംസാരിക്കുക കോവിഡ് മഹാമാരി ഒരു പാരിസ്ഥിതിക ആഘാതമാണോ എന്ന വിഷയത്തെ പറ്റിയാണ്. സർ പ്ലീസ്. കോവിഡ് പ്രതിരോധത്തിൽ നമ്മളെല്ലാം വളരെ ശ്രദ്ധാപൂർവം COVID-19 ലോകമാകെ ഭീതി വിതച്ചുകൊണ്ട് ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ പ്രശ്നം എങ്ങനെയുണ്ടായി എന്നുള്ളത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. ഒരു വൈറസ് ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അത് ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ ഫുഡ് ചെയിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകൃതി നിലനിൽക്കുന്നത് സന്തുലനത്തിലൂടെ മാത്രമാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രകൃതി ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തുലനം. ആ സന്തുലനം നിലനിർത്തുവാൻ പ്രകൃതി എപ്പോഴും ശ്രമിച്ചു. പ്രകൃതി ഈ ശ്രമം നടത്തുന്നതിനിടയിൽ സന്തുലനം തെറ്റാവുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഏക സ്പീഷീസേ ഈ ഭൂമുഖത്തുള്ളൂ, അത് മനുഷ്യൻ മാത്രം. അലങ്കാരികമാണ് എന്ന് തോന്നാമെങ്കിലും മനുഷ്യൻ എന്ന സ്പീഷീസ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ പോലും ഈ ഭൂമുഖത്ത് മറ്റൊരു ജീവികൾക്കും ഒരു സ്പീഷീസിനും ഒന്നും സംഭവിക്കില്ല. പക്ഷേ മനുഷ്യനല്ലാതെ ഏതെങ്കിലും ഒരു സ്പീഷീസ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് മനുഷ്യനെ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കടമയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ സ്പീഷീസിനെയും നിലനിർത്തുക എന്നുള്ളത്. സന്തുലനം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം സന്തുലനം നിലനിർത്താനാണ് പ്രകൃതി ശ്രമിക്കുന്നത്. രസതന്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട തിയറി തന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയും. സന്തുലനം എന്ന ആശയം പ്രകൃതിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ഏത് അത്തരത്തിലുള്ള ഈക്വിലിബ്രിയവും ഏതെങ്കിലും തരത്തിൽ ചെറിയതായി മാറിയാൽ ആ സിസ്റ്റം സ്വയം തന്നെ പുനഃക്രമീകരിച്ച് ആ സന്തുലനം നിലനിർത്തും. അതാണ് ലിഷാറ്റ്ലർ പ്രിൻസിപ്പിൾ, പ്രകൃതിയുടെ നിയമം. അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രകൃതി തന്നെ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് സന്തുലനത്തിലെത്തും. അതിനപ്പുറത്തേക്ക് പോയാൽ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം, അതിനപ്പുറത്തേക്ക് പോയാൽ സന്തുലനം തെറ്റാൻ സാധ്യതയുണ്ടായാൽ എന്തു വന്നാലും പ്രകൃതി സന്തുലനം നിലനിർത്താൻ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ വിഷയത്തെ കാണേണ്ടത്. അതിൽ മറ്റൊരു തരത്തിൽ കൂടി വിഷയത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സന്തുലനം പ്രകൃതി നിലനിർത്തുന്നത്? അതിന് പ്രകൃതി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ജൈവ വൈവിധ്യത്തെയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെയാണ് പ്രകൃതി അതിൻ്റെ സന്തുലനം നിലനിർത്തുന്നത്. കുറച്ചുകൂടി ശാസ്ത്രീയമായി ഉള്ളിലേക്ക് ചെന്നാൽ ഭൂമിയുടെ സന്തുലനം നിലനിർത്തുന്നത് എന്നെങ്കിലും പറയാൻ പറ്റും. ഭൂമിക്ക് ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ഊർജം
പ്രകൃതിയുടെ ഒരു ഭാഗമായ ഭൂമിയുടെ സന്തുലനത്തിലേക്ക് എത്തുവാനുള്ള ആദ്യ ഘടകം സസ്യങ്ങളാണ്. സസ്യങ്ങൾ സൂര്യരശ്മിയെ ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിലെ ജലതന്മാത്രകളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ഭക്ഷണ പദാർത്ഥമാക്കി മാറ്റുകയാണ്. അങ്ങനെ ഭക്ഷണ പദാർത്ഥമാക്കി മാറ്റുമ്പോൾ മണ്ണിന്റെ അടിയിൽ നിന്നും ലഭിക്കുന്ന പലതരത്തിലുള്ള മൂലകങ്ങളും മിനറൽസ് വേരുകളിലൂടെ ചെടികളിലെത്തി കായ്കളും പൂക്കളും ഒക്കെ ആയിട്ട് മാറുകയാണ്. അങ്ങനെ സമൃദ്ധമായ ഒരു ഭക്ഷണശാലയായി ഭൂമിയുടെ പുറം ഭാഗം ചെടികളിലൂടെ, സസ്യങ്ങളിലൂടെ, മരങ്ങളിലൂടെ സമ്പന്നമായ ഭക്ഷണം. ഇത് ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നാൽ അവിടെയും അസന്തുലനം ഉണ്ടാകും. അവിടെ സന്തുലനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കപ്പെടുന്നതിന്റെ റേറ്റ് അനുസരിച്ച് എടുത്തു പോകണം. അതാണ് സന്തുലനം നിലനിർത്തുക. അതിനുവേണ്ടിയാണ് അടുത്ത സ്പീഷീസ് ഉണ്ടാകുന്നത്. അത് സസ്യഭുക്കുകളാണ്. സസ്യഭുക്കുകൾ എന്ന് പറയുമ്പോൾ സസ്യഭുക്ക് അല്ല, സസ്യഭുക്കുകൾ. ആനയുണ്ട്, കുതിരയുണ്ട്, ആടുണ്ട്, മുയലുണ്ട്, മാനുണ്ട്. മാനിൽ തന്നെ വ്യത്യസ്തമായ മാനുകളുണ്ട്, ആടിൽ തന്നെ വ്യത്യസ്തമായ ആടുകളുണ്ട്. എന്തിനാണ് ഇത്രയധികം വൈവിധ്യം ഈ സസ്യഭുക്ക് രംഗത്തുള്ളത്? അത്രയധികം വൈവിധ്യം സസ്യരംഗത്തുണ്ട്. അത്രയധികം ഭക്ഷണം സസ്യങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതെല്ലാം എടുക്കണമെങ്കിൽ വ്യത്യസ്തമായ സ്പീഷീസ് സസ്യഭുക്കുകളിൽ ഉണ്ടാകണം. അപ്പൊ മാത്രമേ അവിടെ സന്തുലനം നിലനിൽക്കൂ. ആ സന്തുലനം അങ്ങനെ സസ്യഭുക്കുകളിലൂടെ നടക്കുക. സസ്യഭുക്കുകൾ എടുത്ത് വന്നാൽ അവിടെ സന്തുലനം ഉണ്ടാകും. അത് കുറയ്ക്കുന്നതിനും സന്തുലനം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് രണ്ട് സ്പീഷീസുകളെ സൃഷ്ടിച്ചത്. ഒന്ന് മാംസഭുക്കുകൾ, മറ്റൊന്ന് മിശ്രഭുക്കുകൾ. മിശ്രഭുക്കുകൾ സസ്യങ്ങളെയും അതുപോലെ തന്നെ സസ്യഭുക്കുകളെയും ഭക്ഷിക്കും. മാംസഭുക്കുകൾ സസ്യങ്ങളെ തിന്നുന്ന മാംസഭുക്കുകളെ ഭക്ഷിക്കും. അങ്ങനെ സന്തുലനത്തിന് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുക. അങ്ങനെ പ്രകൃതി ആദ്യം സൃഷ്ടിച്ച ഭക്ഷണം മാംസഭുക്കുകളിൽ എത്തുക. അവിടെയും അത്തരത്തിൽ നിന്നാൽ സന്തുലനം തെറ്റും. അത് വീണ്ടും എവിടെ നിന്നാണോ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് അവിടേക്ക് തിരിച്ചെത്തണം. സൈക്ലിക് പ്രോസസ് ആകണം എന്നാണ്. അതായത് ഈ മൂന്ന് വിഭാഗം സ്പീഷീസുകളും മരിക്കുമ്പോൾ അവയെ വിഭജിച്ച് മണ്ണിലേക്ക് കൊടുക്കേണ്ടത് മണ്ണിലേക്ക് കൊടുത്ത്, അന്തരീക്ഷത്തിലേക്ക് കൊടുത്ത് അന്തരീക്ഷത്തിലേക്ക് കൊടുത്ത് ഈ സൈക്കിൾ പൂർത്തീകരിക്കുമ്പോഴാണ് സന്തുലനം നിലനിൽക്കുക. എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ചെത്തുകയും അതിങ്ങനെ സൈക്ലിക് പ്രോസസ്സായി തുടരുകയും ചെയ്യും. അതിന് നാലാമത്തെ സ്പീഷീസ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന സൂക്ഷ്മജീവി. പരുന്ത് അത്തരത്തിൽപ്പെട്ടതാണ്. ചത്തായിയെ തിന്നുക എന്ന നാടൻ ഭാഷയിൽ പറയും മൃത ഭുക്കുകളാണ്. മരിച്ചവയെ ഡികമ്പോസ് ചെയ്യുന്നതിനുള്ള മൈക്രോ ഓർഗാനിസംസ് ഈ സൈക്കിൾ പൂർത്തിയാക്കുവാനുള്ള സ്പീഷീസാണ്, സന്തുലനം നിലനിർത്തുവാനുള്ള സ്പീഷീസാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിലും എണ്ണം കൂടുതൽ വന്നാലും കുറവ് വന്നാലും ഈ സൈക്കിൾ പൂർത്തിയാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടും അസന്തുലനം ഉണ്ടാകും. പറഞ്ഞതിന്റെ അർത്ഥം ഓരോ സ്പീഷീസും സന്തുലനം നിലനിൽക്കത്തക്ക രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവയെല്ലാം അവരുടെ കടമകൾ നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സൈക്കിൾ പൂർത്തീകരിച്ച് സന്തുലനം നിലനിൽക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായി പറയാമെങ്കിലും ഇതിനെ നാടൻ ഭാഷയിൽ നമ്മൾ പറയാറുള്ളത് പരിസ്ഥിതി സന്തുലനം നിലനിർത്തുക എന്ന്. അപ്പൊ പരിസ്ഥിതി സന്തുലനം നിലനിർത്താൻ വേണ്ടിയാണ് ഈ സ്പീഷീസുകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ മൈക്രോ ഓർഗാനിസംസ് ചെയ്യുന്നത് ചത്ത ജീവികളെ വിഘടിപ്പിച്ച് അത് മണ്ണിലേക്കും
അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്കും കമ്പോണന്റുകളെ കൊടുക്കുകയാണ്. തിരിച്ചു മണ്ണിലേക്ക് അത് സസ്യങ്ങളിലേക്ക് എത്തും. നാളെ അത് സസ്യങ്ങളിലൂടെ കായ്കളായും പൂക്കളായിട്ടും നമുക്ക് കിട്ടും. സൈക്കിൾ. മൈക്രോ ഓർഗാനിസംസിന്റെ റോൾ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മനുഷ്യൻ നല്ല സ്പീഷീസ് എത്ര എണ്ണമുണ്ടോ അതിന്റെ നിരവധി മടങ്ങുകൾ, നൂറുകണക്കിന് മടങ്ങാണ് മൈക്രോ ഓർഗാനിസംസ്. അതാണ് മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നത്. അതാണ് പലതരത്തിലും ഈ സൈക്കിളിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് മണ്ണിൽ ജീവിക്കണമെങ്കിൽ അതിനും ഒരു സന്തുലനമായ അവസ്ഥ ഉണ്ടാകണം. മണ്ണിന്റെ ഊഷ്മളാവസ്ഥ, മണ്ണിന്റെ ചൂട്, അന്തരീക്ഷത്തിന്റെ ചൂട്, വെള്ളത്തിന്റെ ചൂട്, അതിന്റെ മലിനീകരണം ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ പലതിലുമാണ് ഈ മൈക്രോ ഓർഗാനിസംസ് ജീവിക്കുക. ആ മൈക്രോ ഓർഗാനിസംസിന്റെ ജീവിതമാണ് നമ്മളെ സന്തുലനത്തിലേക്ക് എത്തിക്കുന്നത്. ഈ സന്തുലനം നിലനിർത്താൻ മനുഷ്യൻ ശ്രമിക്കേണ്ടത് ഈ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണോ ഈ മണ്ണിൽ ജീവിക്കേണ്ടത് അവർക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം നൽകുക എന്നുള്ളത്. പക്ഷെ ഈ ഒരു സൈക്കിൾ പൂർത്തീകരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിൽ എതിർത്ത് നിൽക്കുന്നത് മനുഷ്യൻ മാത്രം. അവിടെ മനുഷ്യൻ കൃത്രിമമായ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, രാസവസ്തുക്കൾ മണ്ണിലിടുന്നു, രാസവസ്തുക്കൾ പ്രയോഗിക്കുന്നു. പലതരത്തിലും രാസവസ്തുക്കളെ കൊണ്ട് നമ്മുടെ മണ്ണിനെയും ജലത്തെയും അന്തരീക്ഷത്തെയും ഇങ്ങനെ രാസവസ്തുക്കൾ നിറയുന്നതോടുകൂടി ഈ സൈക്കിളിൽ ചില വ്യത്യാസങ്ങൾ വരുന്നു, ചില സന്തുലന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അന്തരീക്ഷത്തിൽ മലിനീകരണം കൂടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുന്നു, ആഗോള താപനം എന്ന പ്രശ്നം. ആഗോള താപനം വരുന്നത് മറ്റൊരു സൈക്ലിക് പ്രക്രിയയായി മഞ്ഞുരുകുന്നതായും വെള്ളം വർദ്ധിക്കുന്നതായും വെള്ളത്തിന്റെ pH മാറുന്നതായും അതുപോലെ മണ്ണിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ട് വേറൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ മനുഷ്യൻ ഇതിലൂടെ സൃഷ്ടിക്കുക. ഈ പറയുന്ന മാറ്റം നാം ഉൾക്കൊണ്ടില്ല എങ്കിൽ ഇനിയും മൈക്രോ ഓർഗാനിസംസിന്റെയും അതുപോലെ തന്നെ മറ്റു സ്പീഷീസിന്റെയും ജീവൻ അപകടത്തിലാണ്. ഇതിനോടകം തന്നെ 10,000-കണക്കിന് മൈക്രോ ഓർഗാനിസംസിന്റെ സ്പീഷീസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോഴും മണ്ണിലെ ചൂട് കൂടുമ്പോഴും നിരവധി മൈക്രോ ഓർഗാനിസംസ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുഴകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുഴ എന്താണ്? പുഴയുടെ നിർവചനം എന്താണ്? ഈ പുഴ മനുഷ്യൻ അതിനെ എത്ര ലോഡ് മണലുള്ള ഒരു എൻറ്റിറ്റിയാണ് എന്ന് കണ്ടുപോയി. ഞാനടക്കമുള്ള സ്പീഷീസിന്റെ കാര്യം പറഞ്ഞു. എത്ര ലോഡ് മണലും, എത്ര കുപ്പിയിൽ വെള്ളം നിറയ്ക്കാവുന്ന വെള്ളമുണ്ട്, എത്ര സൈഡ് കെട്ടിയാൽ അവിടെ റിസോർട്ട് വെച്ച് പണമുണ്ടാക്കാം. ഈ ചിന്തയിലൂടെ എന്താ പുഴ എന്ന് പോലും അറിയാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ പ്രകൃതി ഉദ്ദേശിക്കുന്ന സന്തുലനം നിലനിർത്തുവാൻ വേണ്ടി പ്രകൃതി ഉദ്ദേശിച്ച ഈ എൻറ്റിറ്റി എന്താണ്? ഇതാണ് അതിന്റെ പദ്ധതി. നാട്ടിലും കടലിലും ഇരുകരകളിലും, നാട്ടിലും കടലിലും ഇരുകരകളിലും ഉള്ള സസ്യ ജീവ ആവാസ വ്യവസ്ഥകളെ ജലത്തിലൂടെ ജീവൻ നൽകി സംരക്ഷിച്ചു നിർത്തുന്ന ജീവൽ സ്രോതസ്സാണ് പുഴ. ജീവൽ സ്രോതസ്സാണ് പുഴ. വൈറസ് നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ജീവൽ സ്രോതസ്സിനെ നാം കണ്ടില്ല എന്നത് വിഷയമായി എടുക്കണ്ടേ? അണാസാപ്പിന്റെ ഈ ചർച്ചയിൽ പുഴയെ മണൽ കിട്ടുന്നതും പണം കിട്ടുന്നതും റിസോർട്ട് ഉണ്ടാക്കുന്നതുമായി കണ്ടാൽ അത് പ്രതിഫലിക്കുക ചിലപ്പോൾ പുഴയിലാവില്ല, അത് പ്രതിഫലിക്കുക ഇത്തരം പ്രശ്നങ്ങളില്ല. കാരണം പാരിസ്ഥിതിക പ്രശ്നം എന്താണ്? കാട്, എന്തിനാ വനം, എന്തിനാ കേരളത്തിന്റെ അറ്റത്ത് ഉയർന്ന കുന്നുകൾ, എന്തിനാ ചെരിഞ്ഞ പ്രതലം, എന്തിനാ അറ്റത്ത് കടല്? എന്താ ഇത് തമ്മിൽ ബന്ധം? സന്തുലനത്തിന് വേണ്ടി പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മഴ പെയ്യും, പുഴയിലൂടെ വരും, കടലിലെത്തും, നീരാവിയായി പോകും, അന്തരീക്ഷത്തിൽ മേഘം നിൽക്കും, മഴ പെയ്യും, ഒരു സൈക്കിൾ പൂർത്തിയാകും, വെള്ളം വീണ്ടും മലയിൽ. മലയിൽ വെള്ളം വീണാൽ മലയെ വനത്തെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ സന്തുലനം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ എന്താണ് വനം എന്ന് ഞാൻ പറഞ്ഞു. വനത്തിൽ വലിയ കുന്നുകൾ ഉണ്ടാവും. വലിയ കുന്നുകളെടുത്ത് മാത്രമേ വനം ഉണ്ടാവൂ. അല്ലെങ്കിൽ വനം എന്ന് പറഞ്ഞാൽ ആ കുന്നിൽ 3 തരത്തിലുള്ള മരങ്ങളാണ്. വലിയ മരം, ഇടമരം, കുറ്റിച്ചെടികൾ, 3 തരത്തിലുള്ള.
ഇതാണ് വനം. അത്തരത്തിൽ എത്ര വനം ഇന്ന് നമുക്കുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കിക്കോളൂ. 33% വേണമെന്ന സങ്കല്പം 8.3.4% മറ്റുമായിട്ട് കുറഞ്ഞിരിക്കുന്നു. തമ്മിൽ ഭേദം കേരളമാണ് എന്ന് പറയുന്നു. ശരിയാണ്. നമ്മൾ ഈ സർക്കാരിന്റെ പ്രത്യേക ഒരു ശ്രദ്ധ വന മേഖലയുണ്ട് എന്നുള്ളതുകൊണ്ട് വനത്തിന്റെ അല്പാൽപമായി കൂടി വരുന്നുണ്ട്. എങ്കിലും യഥാർത്ഥം എന്താ അതിന്റെ റോള്? ഇതെങ്ങനെ വൈറസുമായി ബന്ധപ്പെട്ട്, ഇതെങ്ങനെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്തരീക്ഷത്തിൽ നിന്നും വെള്ളം വരുന്നത് ഞാൻ നേരത്തെ ഒരു സൈക്കിളാണ്. ഇവിടെ നിന്ന് പോകുന്ന വെള്ളം, ഈ ജീവൽ സ്രോതസ്സിലൂടെ പോകുന്ന വെള്ളമാണ് നാളെ സൈക്കിളായിട്ട് മഴയായിട്ട് വരുന്നത്. ആ വെള്ളം നാളത്തെ ജീവൽ സ്രോതസ്സാവാൻ നിൽക്കാൻ ഈ 3 മരങ്ങൾ വേണം. അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന വെള്ളം, താഴേക്ക് വരുന്ന വെള്ളം വളരെ വേഗതയിലാണ്. അത് വെള്ളത്തിന്റെ ഡെൻസിറ്റി, വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഞാൻ അതിന്റെ ശാസ്ത്രം ഒന്നും പറയില്ല. അതിന് നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയും. ആ വെള്ളം മണ്ണിൽ വീണാൽ മണ്ണ് അതിനെ ആഗിരണം ചെയ്യും. അതിനെ നമുക്ക് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ സോയിൽ എന്ന് പറയും. ഇത് തമ്മിൽ താരതമ്യം. Rate of fall of water is far, 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 far greater than the rate of absorption of water by soil. മണ്ണ് വെള്ളത്തിൽ പിടിക്കുന്നതിന് വളരെ വേഗത്തിലാണ് മുകളിൽ നിന്നും വെള്ളം വരുന്നത്. മരങ്ങളില്ലാത്ത സാധാരണ നഗ്നമായ ഒരു ഭൂമിയിലേക്ക് മുകളിൽ നിന്നും ഇതാണ്. ചെറിയൊരു അംശം മാത്രം മണ്ണിൽ പിടിക്കും. വനത്തിലേക്ക് വരും. വനത്തിലിങ്ങനെ സ്പീഡിൽ വരുന്ന, നല്ല സ്പീഡിൽ വരുന്ന വെള്ളം ആദ്യം വീഴുന്നത് ഏറ്റവും ഉയരത്തിലുള്ള മരത്തിലാണ്. ആ മരം ആ സ്പീഡിനെ ഒന്ന് കുറയ്ക്കും. ട്രാൻസ്ഫോർമർ പഠിക്കുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നൊക്കെ പഠിച്ചതുപോലെ വെള്ളത്തിന്റെ സ്പീഡ് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ. ആ സ്പീഡ് കുറഞ്ഞ വെള്ളം വീഴുന്ന 2ാമത്തെ മരത്തലത്തിലാണ് വീണ്ടും സ്പീഡ് കുറയും. ആ വെള്ളം വീഴുന്നത് 3ാമത്തെ മരത്തലത്തിലാണ് വീണ്ടും സ്പീഡ് കുറയും. ഇനിയാണ് ബ്യൂട്ടി. 3ാമത്തെ സ്റ്റെപ്പിംഗ് ഡൗൺ കഴിഞ്ഞ് 3ാമത്തെ തലത്തിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുമ്പോൾ റേറ്റ് ഓഫ് ഫോൾ വിൽ ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. അതൊക്കെ വനത്തിൽ മാത്രം. ഈ 3 സ്റ്റെപ്പിംഗ് ഡൗൺ കഴിഞ്ഞ് റേറ്റ് ഓഫ് ഫോളും റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ തുല്യമാക്കിക്കൊണ്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് വനം. അങ്ങനെയല്ല, ഈ 3 വലിയ മരങ്ങളുള്ളതിന്റെ വേരുകൾ പരസ്പരം കൂടിച്ചേർന്ന് മണ്ണിനകത്ത് കണ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുക. ഈ കണ്ടങ്ങളിലാണ് ഈ പെയ്യുന്ന വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്നത്. അത് ഉയരത്തിലായതുകൊണ്ട് വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതൽ നാളെ താഴേക്ക് വന്ന് അരുവികൾ ജീവൻ സ്രോതസ്സായിട്ട് പൊടുകളിലേക്ക് വരും. സൈക്കിൾ നിലനിർത്തുന്ന പരിസ്ഥിതി സന്തുലനം എന്ന് പറയുന്നത് ഇതാണ് പരിസ്ഥിതി പ്രവർത്തനം. പക്ഷേ ആ വനം തകർത്തു. ഈ പറയുന്ന ജീവൽ സ്രോതസ് അത് തകർത്തു. ഭക്ഷണം എല്ലാം പ്രിസർവ് ചെയ്യുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന്. ഏതോ കാലത്ത് ഞാനടക്കം പഠിച്ചു. മാങ്ങ പച്ചവെള്ളത്തിലിട്ടാൽ ചുങ്ങിപ്പോകും. അതേ മാങ്ങ ഉപ്പ് വെള്ളത്തിലിട്ടാൽ ചുങ്ങിപ്പോകും. എന്താ കാരണം? മാങ്ങ വെള്ളത്തിലിടുമ്പോൾ വെള്ളം മാങ്ങയിലേക്ക് കയറും. മാങ്ങയിലേക്ക് വെള്ളം കയറുമ്പോൾ മാങ്ങയ്ക്കകത്ത് മൈക്രോ ഓർഗാനിസംസ് വളരും. കാരണം മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന മാങ്ങ മണ്ണിലേക്ക് ലയിച്ചു പോകണം എന്നുള്ളത് കൊണ്ടാണ് അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് പെട്ടെന്ന് വളർന്ന് ആ മാങ്ങയെ ചീച്ച് മണ്ണിലേക്ക് ബോധപൂർവമാണ്. പക്ഷേ നാം അതിനെ പ്രിസർവ് ചെയ്യുന്നു. എങ്ങനെ? ഉപ്പിട്ടു. അപ്പോ പുറത്തൊരു ഡെൻസിറ്റി കൂടുതൽ എന്നുള്ളത് കൊണ്ട് മാങ്ങയുടെ ഉള്ളിൽ നിന്നും വെള്ളം ഉപ്പുവെള്ളത്തിലേക്ക് വന്നു. അതിന് ഓസ്മോസിസ് എന്ന പല വാക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ശാസ്ത്ര പറയുന്നു. അങ്ങനെ വന്നപ്പോൾ മാങ്ങയ്ക്കുള്ളിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. അളവ് കുറഞ്ഞപ്പോൾ അതിൽ മൈക്രോ ഓർഗാനിസംസ് വളരാനുള്ള സാധ്യത ഇല്ലാതായപ്പോൾ മാങ്ങ ചെയ്യാതായി. മൈക്രോ ഓർഗാനിസംസിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ആ മാങ്ങ ചുങ്ങി കടുമാങ്ങയായും മാങ്ങാക്കറിയായും നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ചക്ക വലിയ കഷ്ണങ്ങളാക്കി നാം വെയിലത്തിടും. വെയിലത്തിടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിൻ്റെ ഉള്ളിലെ ജലാംശം ആവിയാക്കി കളയുക, മറ്റൊരു പ്രിസർവേഷൻ. അങ്ങനെ ജലാംശം കുറഞ്ഞു കൊണ്ടാട്ടമായിട്ട് മാറുമ്പോൾ
അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് വളരാതെ വരുന്നു, അത് ചെയ്യാതെ വരുന്നു. ഇത് നാച്ചുറൽ പ്രിസർവേഷൻ. നാം കണ്ടെത്തുന്നു സോഡിയം ബെൻസോയേറ്റ് എന്ന് പറഞ്ഞ രാസവസ്തു അതിലിട്ടാൽ അതിലത്തെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം ചത്തുപോകും. സോഡിയം സൾഫേറ്റ് എന്ന രാസവസ്തു അതിനകത്തിട്ടാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവും, 1 നിമിഷം കൊണ്ട് അതിനകത്ത് മൈക്രോ ഓർഗാനിസം ചത്തുപോകും. പ്രിസർവേഷൻ ശരിയാണ്. മൈക്രോ ഓർഗാനിസം ചത്തുപോയി കഴിയുമ്പോൾ സോഡിയം ബെൻസോയേറ്റ് എന്ന് ബെൻസോയിക് ആസിഡായിട്ടും മറ്റ് രാസമാറ്റങ്ങൾ നടന്ന് അതും ആ ഭക്ഷണ പദാർത്ഥത്തിൽ കിടക്കും. കഴിക്കുമ്പോൾ അതും അകത്തേക്ക് ചെല്ലുക. അങ്ങനെ അകത്തേക്ക് ചെന്ന് ബെൻസോയിക് ആസിഡ് അടക്കമുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന്റെ സന്തുലനം തെറ്റിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശരീരത്തിന്റെ കുറയുകയും ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് നിലനിൽക്കാനുള്ള ശ്രമത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയും ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് എതിരായി വരുന്നു. ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ ഭക്ഷണശൈലി മാറും. ഒരു ഉദാഹരണം പറഞ്ഞു വന്നേ ഉള്ളൂ ഞാൻ ഈ പ്രിസർവേറ്റീവ്സിന്റെ കാര്യം. ബാക്കി എത്ര വേണമെങ്കിൽ നമ്മൾ പറയാം. കൃത്രിമമായ നിറങ്ങൾ, ചില ഭക്ഷണ വസ്തുക്കളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ്. എങ്ങനെയും നിറം ഉണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ള നിറത്തിന് കളറുകളൊന്നുമില്ല, ഇത് സിന്തറ്റിക് ആണ്. ആ സിന്തറ്റിക് ആയിട്ടുള്ള രാസവസ്തുവിന്റെ പേരും അതിന്റെ ഘടനയും ഒക്കെ പറഞ്ഞാൽ പക്ഷേ ഒരു വസ്തു നമ്മൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപകടകരമായ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തെ പ്രകൃതിയെ ദുർബലമാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു, മനുഷ്യന്റെ ശരീരത്തെയും ദുർബലമാക്കാൻ മനുഷ്യൻ തന്നെ ശ്രമിക്കുന്നു. ആവശ്യമില്ലാത്ത വസ്തു, മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ ധാരണ പുറത്തേക്ക് വലിച്ചെറിയുന്നത് മാത്രമാണ് മാലിന്യം. ശരിയാണ്, മാലിന്യമാണ്. ആവശ്യമില്ലാത്ത വസ്തു അകത്തേക്ക് കഴിക്കുന്നതും മാലിന്യങ്ങൾ തന്നെ. ആരെങ്കിലും ഇനി എന്തെങ്കിലും വസ്തു വായിലേക്ക് എത്തുമ്പോൾ മാലിന്യമാണോ എന്ന് ഒന്ന് ആലോചിച്ചാൽ നന്നായി. ആ മാലിന്യം അവിടെ കൊതുകോ ഈച്ചയോ അല്ല ഉണ്ടാക്കുക, അകത്ത് പലതും ദുർബലപ്പെടുത്തുന്ന ശരീരം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സംഹാരമുദ്രയായ പലതും മ്യൂട്ടേഷനുടെ പുറത്തുണ്ടാകും. രണ്ടും ചേരുന്നതാണ് യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത്. പ്രതിരോധമാണ്. ആരോഗ്യം 3 ഘട്ടങ്ങളിലൂടെ കടന്നു. ഒന്ന്, പ്രതിരോധത്തിലും പൂർത്തിയില്ലാത്ത ഘട്ടത്തിൽ ചിലത് ചികിത്സിക്കേണ്ടി വരും. ചികിത്സ രണ്ടും പറ്റാത്ത അവസ്ഥയിലാണ് സാന്ത്വനം വരുന്നത്. 1-ാം ഘട്ടം പ്രതിരോധം, 2-ാം ഘട്ടം സാന്ത്വനം. അത് പലപ്പോഴും പ്രതിരോധ കുത്തിവയ്പ്പായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നു. ഇതൊരു പ്രതിരോധമാണെന്നുള്ള ശരിയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിത ശൈലിയാണ് പ്രതിരോധം. പ്രകൃതിയോടുള്ള സമീപനം, ശരീരത്തിലുള്ള സമീപനവും സിങ്ക്രണൈസ് ചെയ്താണ്. പ്രകൃതിയുടെ സന്തുലനം നിലനിർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ ശരീരത്തിന്റെ സന്തുലനം നിലനിർത്താനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ പ്രകൃതിയിലും സന്തുലനം ഉണ്ടാവും, മ്യൂട്ടേഷൻ സംഭവിക്കാത്ത അവസ്ഥ ഉണ്ടാവും, ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാവും, പ്രശ്നം. അതുകൊണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുവാനും ഇത്തരത്തിലുള്ള മ്യൂട്ടേഷനുകളൊക്കെ സംഭവിക്കാൻ പറ്റുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും നമ്മൾ കണിക്കുന്ന എന്ന് പറയുന്നത് ആ പൂവ് ഏപ്രിൽ മാസത്തിലാണ് പൊതുവിൽ നമ്മൾ എടുക്കാറുള്ളത്. വിഷുവിനായി. അതുകൊണ്ട് മാർച്ച് അവസാനത്തിൽ. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഡിസംബർ മാസത്തിൽ പോലും ജനുവരി ആദ്യമൊക്കെ കണിക്കുന്ന എന്തുകൊണ്ടുണ്ടായി? കണിക്കൊന്നും ആഗ്രഹിച്ചുണ്ടായതല്ല അതൊന്നും. മനുഷ്യനാ മാറ്റം ഉണ്ടാക്കുക. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയപ്പോൾ അന്തരീക്ഷത്തിൽ റേഡിയന്റ് എനർജിയിൽ വ്യത്യാസം വന്നപ്പോൾ കുറേ കൂടി ശാസ്ത്രീയമാണ് ഞങ്ങൾക്ക് കൊടുക്കാം.
അന്തരീക്ഷത്തിന്റെ താപം മെയ് മാസം അല്ല മറ്റേ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഏകദേശം 37, 38, 39 ഡിഗ്രി സെന്റിഗ്രേഡ് അന്തരീക്ഷത്തിൽ. ചൂട് അന്തരീക്ഷത്തിൽ വരുമ്പോൾ ഈ ചെടിയിൽ നിന്നും H2O എന്ന് പറയുന്ന, അതായത് വെള്ളത്തിന്റെ തന്മാത്ര നീരാവിയായി പുറത്തേക്ക്. ചൂട് കൂടുമ്പോൾ ചൂട് നിലനിൽക്കാൻ വേണ്ടി വെള്ളം ഇവാപ്പറേറ്റ്. അങ്ങനെ അധികം വെള്ളം പോയാൽ ചെടിയുടെ സന്തുലനം തെറ്റും. അവിടെ വാക്ക് സന്തുലനം തെറ്റും, ചെടി കുഴഞ്ഞു വരും. അതുകൊണ്ട് ചെടി ആ സന്തുലനം നിലനിർത്താൻ വേണ്ടി ഇലകൾ പൊഴിക്കും. ഇലകൾ പൊഴിക്കുമ്പോൾ സർഫസ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ നിലനിൽക്കുമെങ്കിലും ടോട്ടൽ ഇവാപ്പറേഷൻ കുറയും. അപ്പൊ ചെടിക്കുള്ളിലെ H2O മോളിക്യൂളിന്റെ സന്തുലനം നിലനിൽക്കും. അപ്പോ ചെടി ഈ സന്തുലനം നിലനിൽക്കാൻ വേണ്ടി പ്രകൃതിദത്തമായി ചെയ്യുന്നതാണ് ഇല പൊഴിക്കുക. അങ്ങനെ ഇല പൊഴിച്ച് H2O സന്തുലനം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ഇല വന്നാൽ അപ്പോ ഇല വരാതിരിക്കാൻ ആ സമയത്ത് ചെടി പുറത്തേക്ക് കൊണ്ടുവരുന്നത് പച്ചവള്ളികളിലുള്ള മഞ്ഞമുട്ടുകളാണ്. അതാണ് ഈ ടെമ്പറേച്ചർ, അതായത് 40 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചർ ഞാൻ നേരത്തെ നമ്മുടെ തെറ്റായ ഇടപെടലിലൂടെ ഉണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനുവരി മാസം. അപ്പൊ കണിക്കൊന്നൊക്കെ വിഷു ആണോ ഒന്നും അറിയില്ല. അന്തരീക്ഷത്തിലെ ചൂട് ജനുവരി മാസത്തിൽ 38 ഡിഗ്രി ആകുമ്പോൾ കണിക്ക് നിലകൊള്ളിക്കുന്നു. ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചത് സന്തുലനം എവിടെ തെറ്റാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാം ഈ മാറ്റങ്ങൾ വരും. സന്തുലനം നമ്മുടെ ഓരോ ആക്ഷൻസും ആ സന്തുലനത്തിന് എല്ലാം സൈക്ലിക് പ്രോസസ്സാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി ഇടപെടൽ എന്ന് പറയുന്നത്. ടോട്ടൽ ജലം, ടോട്ടൽ മറ്റേ ധനജൈവാംശം, ഇതെല്ലാം. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ, അന്തരീക്ഷ മലിനീകരണം കൂടുമ്പോൾ പല തന്മാത്രകളും പിടിച്ചു പറ്റാതെ കണിക്കൊന്ന രക്ഷപ്പെടുന്നത് ജനുവരി മാസത്തിലെങ്കിലും പൂക്കാലോ എന്നുള്ളത്. തുമ്പപ്പൂവ് ഉപയോഗിക്കാറ്. തുമ്പപ്പൂ കൂടെ ഉള്ളൂ പൂ. അത് ഇതുപോലെ ചിങ്ങമാസത്തിൽ പെയ്യേണ്ട മഴ ചിങ്ങമാസത്തിൽ പെയ്യാത്തത് കൊണ്ടാണ്. അന്തരീക്ഷത്തിന്റെ താപം കുറഞ്ഞ് 18 ഡിഗ്രി ആകുമ്പോൾ ഈ തുമ്പ എന്ന് പറയുന്ന കർക്കിടക മാസത്തിൽ തുമ്പ എന്ന് പറയുന്നതിലെ എൻസൈംസിന്റെ പ്രൊഡക്ഷൻ പലതും അറസ്റ്റ് ചെയ്യപ്പെടും. ടെമ്പറേച്ചർ താഴുമ്പോൾ പല പ്രൊഡക്ഷൻസ് അറസ്റ്റ് ചെയ്യും. ഏത് കർണാടകം കർക്കിടക മാസം. ചിങ്ങാകുമ്പോഴേക്കും വെയിൽ വരുമ്പോൾ ചൂട് കുറച്ച് കൂടും. 18 നിന്ന് 19, 20, 21 ഒക്കെ ആകുമ്പോഴേക്കും അത് അറസ്റ്റ് ചെയ്യപ്പെട്ട എൻസൈംസ് ഉത്പാദനം, അങ്ങനെ എൻസൈംസ് പുനരുത്പാദിപ്പിക്കപ്പെട്ടതിന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് ഒരുപാട് ഉദാഹരണങ്ങൾ മൈക്രോ ഓർഗാനിസം സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ മൈക്രോ ഓർഗാനിസംസ് നിലനിൽക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചൂടും കെമിക്കൽസ് വരുമ്പോൾ പല മാറ്റങ്ങൾക്കും പുതുക്കിയ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ വെമ്പുകയാണ്. കാരണം മാറിയാലേ നിൽക്കാൻ കഴിയൂ, അതിനുവേണ്ടി മാറും. ആ മാറ്റത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി വരിക. പക്ഷെ അത്തരം മാറ്റങ്ങളെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്, നമ്മുടെ വിജയമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതിന് മാത്രമല്ല ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ പല മാറ്റങ്ങൾ കാരണമാണ്. പക്ഷെ ഇതൊന്നും നിരാശയ്ക്കുള്ള വിഷയങ്ങളല്ല. ഇപ്പോ കേരളത്തിൽ ലോകത്തിന് മാതൃകയായി പൊതു ആരോഗ്യ രംഗം മാറി. കോവിഡ്-19 എന്തുകൊണ്ടാണ്? ഈ ബോധമുള്ളത് കൊണ്ടാണ്. പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം, അതൊക്കെ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പൊതുബോധം. ആ പൊതുബോധം ഈ പാരിസ്ഥിതിക ബോധത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ട സ്വയം നമ്മുടെ ശുചിത്വം വർദ്ധിപ്പിച്ചുകൊണ്ടും പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തിക്കൊണ്ടും അതേസമയം കോവിഡ്-19 ഈ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ എങ്ങനെ എതിരിടാമോ ആ രീതിയിൽ എതിരിട്ടുകൊണ്ടും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പല സംസ്കാരവും
ഒന്ന്, പ്രതിരോധമാണ് ശരി എന്ന സംസ്കാരം വളരെ അകറ്റാവുമെന്ന് ഞാൻ കരുതുന്നു. കുട്ടികളും അച്ഛനമ്മയും പ്രതിരോധം തന്നെയാണ് ശരി. അത് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ ഓഫ് ഷൂട്ടാണ് നല്ല ഭക്ഷണം. നല്ല ഭക്ഷണമാണ് നമുക്ക് പ്രതിരോധം ഉണ്ടാക്കുക എന്ന ചർച്ച വീടുകളിൽ നടക്കുക. ആരോഗ്യവകുപ്പ് അതിനെല്ലാം ഇങ്ങനെ കൂടുതൽ ആശയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരും കൊച്ചുകുട്ടികളും പരസ്പരം ബന്ധിപ്പിച്ച് പുതിയ ആശയങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേവലം കാണുന്നത് പോലെ മാസ്കുകൾ ധരിച്ചും അതുപോലെ തന്നെ അകന്നു നിന്നും കോവിഡിനെ പ്രതിരോധിക്കുന്ന വലിയ ജനകീയ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കി ശാരീരിക പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം മനസ്സിലാക്കി പ്രതിരോധം എന്താണെന്ന് അതൊരു ജനതയുടെ സംസ്കാരമാക്കി വളർത്തി പാരിസ്ഥിതിക സന്തുലനത്തിന് വേണ്ടി ശ്രമിച്ച് COVID-19 താൽക്കാലികമായിട്ടുള്ള എന്നേക്കുമായി പ്രതിരോധിക്കുവാനുള്ള ശാശ്വതമായിട്ടുള്ള ഇടപെടലുകളാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ലോകത്തിന് തികച്ചും മാതൃകയായിട്ട് തികച്ചും അത് രോഗികളുടെ എണ്ണം കുറയുന്നതോടുകൂടി രോഗം ഉള്ളവർ മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടും മാത്രമല്ല, അതിനപ്പുറം ഇങ്ങനെ ഒരു പ്രശ്നം നാളെ വരാതിരിക്കുക നമ്മൾ എന്ത് ചെയ്യണമെന്ന് പൊതുബോധ ഉൽപാദനം കൂടി കേരളത്തിൽ നടത്തുക. അതാണ് ശാശ്വതമായ പദ്ധതി. പൊതുബോധ ഉൽപാദനം കൂടി നടത്തുക. ഒരു ചെറിയ മാറ്റങ്ങളും കേരളം ഇപ്പോൾ അത് ആ തരത്തിൽ കൊണ്ടുപോകുക. അത് ഇങ്ങനെയുള്ള ഒരു ജനകീയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രളയം വന്ന കാലം അതും ഒരു പാരിസ്ഥിതിക ആഘാതം തന്നെയായിരുന്നു എന്നുണ്ടാവുക. അന്ന് അദ്ദേഹം പറഞ്ഞു, പുനർനിർമ്മാണം നടക്കാൻ പോകും. അതിന്റെ അർത്ഥം പഴയതെല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കുക. അദ്ദേഹം പറഞ്ഞത്, ഇനി ഇത്തരത്തിലൊരു പ്രത്യാഘാതം ഉണ്ടാവുകയാണെങ്കിൽ അതിനെപ്പോലും ചെറുക്കത്തക്ക രീതിയിൽ അത് ഉണ്ടാകാത്ത രീതിയിലും ആയിരിക്കും. ഇതാണ്. അപ്പോ ഈ പ്രശ്നത്തെ താൽക്കാലികമായി തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനാണ് താൽക്കാലികമായി തടഞ്ഞു നിർത്തുകയും ഇനി ഇത് ഉണ്ടാകാത്ത രീതിയിലുള്ള ആശയോത്പാദനം നടത്തുകയും ചെയ്യുന്ന COVID-19 പ്രതിരോധ കാലത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള സംഭാവനയാണ് ലോകത്തിന് നൽകുന്നത്. സാർ, ഒരു വളരെ ആഴത്തിലുള്ളൊരു വിഷയമാണ് കോവിഡിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വളരെ സൂപ്പർഫിഷ്യലായി ഉള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് പോകുന്നതിന് പകരം വളരെ അടിസ്ഥാന പ്രശ്നങ്ങളും അടിസ്ഥാനപരമായ ഒരു പക്ഷേ ശാസ്ത്രീയമായ കാരണങ്ങളെ അവലോകനം ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് നടത്തിയത്. പക്ഷെ ഇന്ന് വരെ ഈ തലത്തിൽ ഇതിനെ അവലോകനം ചെയ്ത് കേട്ടിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണ്. കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരു രസകരം ആണ് എന്ന് പറയാവുന്ന ഒരു ചോദ്യം. പക്ഷെ സാർ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ആയുസ്, ഒരു ശരാശരി ആയുസ് 40, 50, 60 ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മുൻകാലഘട്ടത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യവും ഇന്നത്തെ ശാസ്ത്രീയമായ ആരോഗ്യ സംവിധാനവും സജ്ജമാകുന്നതിന് മുമ്പ്. എന്നാൽ ഇപ്പോൾ അത് ഗ്രാജുവലി പതുക്കെ അതൊരു 80കളിലേക്കും 90കളിലേക്കും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം. അതുപോലും ഒരു സന്തുലനാവസ്ഥയുടെ ഡിസ്റ്റർബൻസ് അല്ലേ, ചെറിയ ലംഘനമായിട്ട് കാണാമോ? അത്തരം ഒരു ലംഘനത്തിനെ കൂടി പ്രതികരിക്കുന്നതാണോ ഇപ്പോഴത്തെ കോവിഡിന്റെ ആവിർഭാവം എന്നൊരു ചോദ്യം വരുന്നു. സാറിന്റെ അതിന്റെ ഭാഗത്ത് നിന്ന് സാർ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ എടുക്കരുത്. അതായത് നമുക്കിപ്പോ പലതും ബന്ധപ്പെടുത്തി നമുക്ക് വിശകലനം ചെയ്യുന്നത് മോർബിഡിറ്റി റേറ്റ് അത് കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. കേരളത്തിന്റെ പല പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ആരോഗ്യരംഗത്തെ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ മോർബിഡിറ്റി റേറ്റ് വളരെ കൂടുതലുണ്ട്. സംസ്ഥാനം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനമാണ്. അങ്ങനെ ആരോഗ്യരംഗത്ത് ചില നെഗറ്റീവ്സ് നമുക്കുണ്ട്. ലോകത്തിന് മാതൃകയാണ് നമ്മൾ എങ്കിൽ പോലും എല്ലാ നെഗറ്റീവ്സും നമ്മൾ ആദ്യം അറിയേണ്ടത് നെഗറ്റീവ്സ് അല്ല.
അത്തരത്തിൽ നമ്മൾ 45 അല്ലെങ്കിൽ 50 എന്ന ആയുർദൈർഘ്യത്തിൽ 80ലേക്ക് നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 45 എന്ന രീതിയിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെ മോർബിഡിറ്റി റേറ്റിലേക്ക് 80 എത്തുമ്പോഴും എത്തിക്കുക എന്നുള്ളതാണ് കേരളം ചെയ്യേണ്ടത്. ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. യഥാർത്ഥ ജീവിത ശൈലി രോഗങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ വയസ്സ് അതിന്റെ ആയുർദൈർഘ്യം കൂടുന്തോറും ആ ആയുസ് എന്ന് പറയുന്നത് യഥാർത്ഥ ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് തന്നെയാകണം എന്ന ഒരു നിഷ്കർഷ ആരോഗ്യരംഗത്ത് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച ഈ പാരിസ്ഥിതിക ഇടപെടലുകൾ തന്നെയാണ്. പലതരത്തിലും നമ്മുടെ ജീവിത ശൈലി മാറുക. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം വലിയ മാറ്റം അവിടെ നടന്നുകൊണ്ട്, അതായത് ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്ന രീതിയിലേക്ക് വരുന്നു. അത് പലതരത്തിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടുമെങ്കിലും ഇത് പല അസുഖങ്ങളും ആ കാലത്ത് നമുക്കുണ്ട്. ഞാൻ തന്നെ അതിന് ഒരു ഉദാഹരണമാണ്. ഇത്തരത്തില് പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളും ഉണ്ടാവുന്ന നിരവധി മരുന്നുകളും കഴിച്ചാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരിസ്ഥിതിക സന്തുലനത്തിന്റെ യഥാർത്ഥ ഭൂമികയിൽ നിന്ന് ഈ ആയുർദൈർഘ്യം ഉയർത്തുകയാണെങ്കിൽ ആരോഗ്യം അടക്കമുള്ള ആയുർദൈർഘ്യം അത് സാധിക്കും. ഭക്ഷണ ശൈലി ഒക്കെ അങ്ങനെ മാറിക്കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും ഫൈബറുള്ള ഫുഡ് കഴിക്കുന്ന കാലത്ത് ഫൈബറുള്ള ഫുഡ് അല്ല കഴിക്കുക, ഫൈബർ ഒട്ടും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നത്. അതുപോലെ മദ്യം, ആവശ്യത്തിലധികം മദ്യം കഴിക്കുക, മയക്കുമരുന്നിന്റെ ആയുർദൈർഘ്യം കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജീവിതശൈലി എങ്ങനെയുമാകാം എന്നൊരു ചിന്ത വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് ആലോചിക്കും. കാരണം എല്ലാ നെഗറ്റീവ്സും ആലോചിച്ചാലേ നമുക്ക് യഥാർത്ഥ പോസിറ്റീവിലേക്ക് വന്ന ആരോഗ്യരംഗത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായിട്ട് കേരളം ആ രീതിയിലാണ് ഞാൻ അതിനെ വളരെ മനസ്സിലായി സാർ. ഈ ലേശാക്കിയ പ്രിൻസിപ്പിൾ സാറ് വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തു. ഒരു ശരിക്കും തോന്നുന്നു പഠന കാലഘട്ടത്തില് ഒരു തിയറിയുടെ ലെവലിൽ മാത്രം കേട്ട് കാണാതെ പഠിച്ചു പോയിരുന്ന ഒരു കൺസെപ്റ്റിനെയാണ് സാറ് വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുകയുണ്ടായത്. ഈ അടുത്തായിട്ട് വന്ന ഒരു ചോദ്യം, ഇത് നമ്മുടെ വികസന സങ്കല്പം ഒരു പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സന്തുലനത്തിന് നേരെ എതിർദിശയിലാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ വികസനം മുന്നേറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ സന്തുലനം തകരാറ് ആയിക്കൊള്ളും, സാരമില്ല എന്ന് കരുതുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതാണോ ഇത്തരത്തിലുള്ള ഒരു സൂചകങ്ങൾ തന്നുകൊണ്ട് പ്രകൃതി നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണോ എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. വികസനത്തിനെയും ഈ സന്തുലനത്തിനെയും കൂടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വികസന സങ്കല്പം പുനർനിർവചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കേരളം അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചേർത്താണ് അതിന് മനസ്സിലാക്കേണ്ടത്. കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ബദൽ വികസന സങ്കല്പം സുസ്ഥിര വികസനം എന്നാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്നുള്ളത് ക്യാപിറ്റൽ, അതുപോലെ തന്നെ തരത്തിലുള്ള റൈറ്റ് ചിന്തകളൊക്കെ, സമ്പത്ത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, കൂടുതൽ സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാം. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ വികസന സങ്കല്പത്തിലാണ്. ബദൽ വികസന സങ്കല്പത്തിൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവരുടെയും ജീവിത സാഹചര്യം പടിപടിയായി വളരണം എന്നുള്ളതാണ്. എന്താണ് വികസനം? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസനത്തിന്റെ നിർവചനം കേരളത്തിൽ ജനിച്ച എല്ലാവരുടെയും, പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ പടിപടിയായി ഉയരുന്ന സാമൂഹിക പ്രക്രിയയാണ് വികസനം. അപ്പോൾ എല്ലാവരുടെയും ഉയരണം, ആ ഉയർന്നു വരാം. അങ്ങനെ ഉയർത്താനുള്ള ശ്രമം നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സന്തുലനം എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചോദ്യം. അവിടെയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ 4 ഘടകങ്ങൾ. ചുരുക്കി ഞാൻ പറയാം, 4 ഘടകം. 1, ഉൽപാദനം വർദ്ധിക്കുക. ഉൽപാദനം വർദ്ധിക്കാതെ വർദ്ധിച്ചു വരുന്ന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. 1. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, വർദ്ധിക്കുന്ന സമ്പത്ത്, ഉൽപാദനത്തിലൂടെ വർദ്ധിക്കുന്ന സമ്പത്ത് ചിലരിൽ കുന്നുകൂടാതെ സമൂഹത്തിൽ നീതിപൂർവകമായി വിതരണം ചെയ്യണം. എല്ലാവർക്കും അതിന്റെ സൗകര്യങ്ങൾ വിദ്യാഭ്യാസം, പൊതുവാരോഗ്യം, പൊതുവിതരണം ഒക്കെ അതിൻ്റെ ഉദാഹരണം. 2. മൂന്നാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ടത്, പാരിസ്ഥിതികമായ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എങ്ങനെയാവാം, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എങ്ങനെയാവാം, പക്ഷെ പാരിസ്ഥിതികമായ സന്തുലനം നിലനിർത്തിക്കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സുസ്ഥിര വികസനത്തിന്റെ സുപ്രധാന. അതെങ്ങനെ എന്നുള്ളതിന് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ വിശദീകരിക്കേണ്ട വിഷയം.
പാരിസ്ഥിതികമായ സന്തുലനം. ഇപ്പോൾ ഒരു നീർത്തടാധിഷ്ഠിത വികസനം എന്നൊക്കെ നമ്മൾ പറയും. നീർത്തടത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഉത്പാദനം, അതാണ് പാരിസ്ഥിതിക. നാലാമത്തെ ഘടകം വളരെ സുപ്രധാനം. അത് കേരളം അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ്. അത് സാമൂഹികമായ സ്വസ്ഥതയാണ്. എന്തുൽപാദന വർധനവും എന്ത് പ്രശ്നമുണ്ടെങ്കിലും വികസനം നടന്നു എന്ന് പറയണമെങ്കിൽ സമൂഹത്തിലും അത് സ്വസ്ഥതയുണ്ട്. മതനിരപേക്ഷ സംസ്കാരം അതിന്റെ ഇത് നാലും ചേർന്നതാണ് ഇന്ന് കേരളം മുന്നോട്ട് ബദൽ വികസനം. അടുത്തൊരു ചോദ്യം ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തിയറിയെ പറ്റിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ഗ്രാജുവലി ഇപ്പൊ വൈറസ് പോലെയുള്ള വളരെ സൂക്ഷ്മ ജീവികൾ ഒരുപക്ഷെ അവരുടെ സർവൈവലിന്റെ ലക്ഷണമായി അവർ ആഡഡ് സർവൈവലിന്റെ ലക്ഷണമായിട്ടാണോ അത് ഒരു പക്ഷെ മറ്റു ജീവികളെ കോൺകർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വളരുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ രൂക്ഷമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതാവില്ലേ എന്നാണ് ഒരു ചോദ്യം. അത്തരം സാഹചര്യം വന്നു. അതാണല്ലോ ഇപ്പൊ ഇങ്ങനെ മനുഷ്യൻ മറ്റുള്ളവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവിടെ ചെറിയൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള പഠനം തെളിയിക്കുന്നത്. ആ മ്യൂട്ടേഷൻ ഉണ്ടാവാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉണ്ടായത് പാരിസ്ഥിതികമായ സന്തുലനം നിലനിർത്താത്തത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നത്. ഒരുവിധം അത് പഠനം തെളിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അത് ആ വൈറസ് ബോധപൂർവം വേറൊരാളെ ആക്രമിക്കുക അങ്ങനെ ഒരിക്കലും ഈ പ്രകൃതിയിൽ അങ്ങ് സംഭവിക്കുകയില്ല. അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അത് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണോ ആ മാറ്റം ഉണ്ടായത് ആ പശ്ചാത്തലം ഇല്ലാതാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ. ഈ പാരിസ്ഥിതിക പ്രശ്നം രൂക്ഷമാക്കി കൊണ്ടുവന്നാൽ ഈ മ്യൂട്ടേഷൻ വീണ്ടും പുതിയ. അതുകൊണ്ട് മ്യൂട്ടേഷനിലൂടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒന്നിനെ ഇല്ലാതാക്കി ഇങ്ങനെ കുറച്ചു വരുന്നത് എന്ത് സാഹചര്യത്തിലാണോ മ്യൂട്ടേഷൻ സംഭവിച്ചത് ആ സാഹചര്യത്തെ തിരിച്ച് അതിന്റെ സന്തുലനത്തേക്ക്. അതുകൊണ്ട് പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുക എന്നുള്ള കേരള നാടിന്റെ നാളത്തെ ലോകത്തിന്റെ നാളത്തെ പ്രധാന അജണ്ടയായിട്ട് മാറും. അല്ലാത്ത പക്ഷേ മ്യൂട്ടേഷനുകൾ സംഭവിച്ചു. ഇതിനു മുമ്പ് വന്ന വൈറസുകളും ഒക്കെ ഒരുപാട് വൈറസ് ഇതുപോലെ മാരകമായിട്ടുള്ള മരണം വിതച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം ചരിത്രം ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പാരിസ്ഥിതിക സന്തുലനം. അതുകൊണ്ട് ഈ ഏത് ജീവിയായാലും ഏത് മൈക്രോ ഓർഗാനിസം ആയാലും അത് സ്വയം മാറുന്നത് നിലനിൽക്കുന്ന വേണ്ടിയാണ്, മറ്റൊന്നിനെ ആക്രമിക്കാൻ വേണ്ടിയില്ല. മറ്റുള്ളവർ ആ സന്തുലനം നിലനിർത്താത്തത് കൊണ്ട് നിലനിൽക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ട് അത് തിരിച്ചറിയുക, ആ മാറ്റത്തെ പ്രതിരോധിക്കാൻ ഈ സന്തുലനത്തിലേക്ക് പ്രകൃതി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട കാര്യം. അടുത്തൊരു ചോദ്യം വളരെ രസകരമായ ചോദ്യം തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. സന്തുലനത്തെ പറ്റി തന്നെയാണ്. ഒരു പരിശീലകനാണ് ചോദിക്കുന്നത്. സാമ്പത്തിക സന്തുലനവും അതിന്റെ മ്യൂട്ടേഷനെ പറ്റിയുമാണ് ചോദ്യം. അതുകൂടി ഇത്തരത്തിൽ നമുക്ക് പക്ഷെ കണക്ട് ചെയ്യാവുന്ന വിഷയങ്ങളല്ലേ? തീർച്ചയായിട്ടും അതല്ലേ. സാമ്പത്തിക ഉത്പാദനം, എല്ലാ തരത്തിലും ഉത്പാദനം, ഇപ്പൊ തൊഴിൽ പ്രശ്നം കൂടി വരും, ഉത്പാദനം കുറയാനുള്ള സാധ്യത വരും. അത് മറികടക്കാനാണ് ഇപ്പൊ കാർഷിക മേഖലയിൽ വ്യാപകമായിട്ട് ഇടപെടാനൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷൻ സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്ക് വഴി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ചരിത്രം ഇഷ്ടംപോലെ ആക്കിയിട്ടുണ്ട്. അത് കുരുക്കുകയും ചെയ്യും. അത് സാമ്പത്തിക മ്യൂട്ടേഷൻ എന്ന വാക്ക് ചോദിക്കാൻ പറ്റില്ല. അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ജീവനുള്ളതിൽ ജൈവമായ മാറ്റം മ്യൂട്ടേഷൻ. അത് മ്യൂട്ടേഷൻ അല്ല, അതൊരു ചേഞ്ച്. ചോദ്യകർത്താവ് രാജ്യത്തിന്റെ സാമ്പത്തികത അസന്തുലിതാവസ്ഥ സൂചിപ്പിക്കുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം പ്രശ്നങ്ങളുണ്ടാകും. ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല. ശാരീരികമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും തൊഴിൽ പ്രശ്നത്തിലേക്കും ഉത്പാദനം ഇപ്പോൾ ലോക്ക്ഡൌൺ, കച്ചവടമൊന്നും നടക്കുന്നില്ല, ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല, അതുകൊണ്ട് റവന്യൂ കുറയുന്നു, ഇതൊക്കെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ ഞാൻ പറഞ്ഞതിൽ അതുകൂടി ഉണ്ട്. ശരിക്കും വികസനത്തിന്റെ ഈ നിർവചനത്തിൽ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തിക്കൊണ്ട് ഉത്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തിക പ്രശ്നം, ആ സാമ്പത്തിക പ്രശ്നം മറ്റൊരു തരത്തിലുണ്ടാവാം. രണ്ടാമത്തെ ഘടകം ഇല്ലെങ്കിൽ, രണ്ടാമത്തെ ഘടകം സമ്പത്തിന്റെ നീതിപൂർവകമായ വിതരണം. അതില്ലെങ്കിൽ പോലും ഉണ്ടാക്കപ്പെടുന്ന സമ്പത്ത് സമൂഹത്തിലെ കയ്യൂക്കുള്ളവർ ചിലപ്പോൾ കയ്യിലെത്തിക്കഴിഞ്ഞാലും ഈ റൊട്ടേഷൻ എന്ന വാക്ക് ഉപയോഗിച്ച അർത്ഥത്തിൽ സാമ്പത്തിക ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും. വേറൊരു ചോദ്യം, ഈ ഇത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥകളുടെ എല്ലാ പരിഹാരം സ്റ്റേറ്റ് ഗവേൺഡ് സൊല്യൂഷൻ മാത്രമാണോ, അതോ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു അവബോധത്തിലൂടെ മാത്രമല്ലേ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ?
എന്നാണ് ഒരു ചോദ്യം. തീർച്ചയായിട്ടും അത് ഉറപ്പാണ്. ഒരു സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു സന്തുലനം ഉണ്ടാക്കാൻ കഴിയും. കാരണം പരിസ്ഥിതി എന്ന് പറയുന്നത് പ്രകൃതി മൊത്തമാണ്. പക്ഷെ അത് എവിടെയെങ്കിലും ഒരു മോഡൽ ഉണ്ടാവും. കേരളത്തിലെ മോഡലായിട്ട് ലോകം മുഴുവൻ പറയുന്നത് പോലെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു വികസന ബദൽ മോഡൽ അത് കേരളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം പരിസ്ഥിതി സന്തുലനം വരും എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ അതൊരു മോഡലാണ്. മറ്റുള്ളവർ നോക്കും എന്താണ് ശരിക്കും ചെയ്യേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും നല്ലൊരു പഠിക്കും. കാരണം നല്ലതുപോലെ ജനം നമ്മളെല്ലാവരും ഭയന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ എവിടെയെങ്കിലും കണ്ടാൽ ഏറ്റവും വലിയ ശ്രദ്ധ ആവശ്യം. ആ ശ്രദ്ധയാണ് നാളത്തെ വളർച്ച. ആ ശ്രദ്ധ ഉണ്ടാകാനുള്ള തുരുത്തുണ്ടാക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ മാത്രം രാജ്യത്തിന്റെ ലോകത്തിന്റെ സന്തുലനം ഉണ്ടാക്കാൻ കേരളത്തിൽ മറ്റു സന്തുലനം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇത് മറ്റു രാജ്യങ്ങളും കാലാവസ്ഥയ്ക്കായിട്ട് ബന്ധപ്പെട്ടതാണ്, കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെയാണ് വേണ്ടത് എന്നാണ് ആ മോഡൽ പരിസ്ഥിതി രംഗത്ത്. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അടുത്ത തലമുറയിൽ ഈ ഒരു അവബോധം കൂടുതൽ മികച്ച രീതിയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെയാണ് ഒരുപക്ഷെ കോവിഡിന് ശേഷമുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൂടുതൽ കാര്യങ്ങൾ മാറ്റം വരുത്താനോ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലാകണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം വിദ്യാഭ്യാസ വകുപ്പാണ് അത് ചെയ്യേണ്ടത്. ആരോഗ്യ വകുപ്പ് വളരെ മനോഹരമായി മാതൃകയായി ആരോഗ്യത്തെ പ്രതിരോധിച്ചു. ഭാവിയിലേക്ക് ആശയോത്പാദനം നടത്തുന്ന വിദ്യാഭ്യാസ വകുപ്പാണ്. അതാണ് ഇപ്പൊ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം പറയാൻ സമയമില്ല. ഒരു ചെറിയൊരു കാര്യം, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രതിരോധം എന്നുള്ളത് കേവല പ്രതിരോധം മാത്രമല്ല, അത് നാളെ ഒരു സംസ്കാരമായിട്ട് വളരും. ഇന്ന് പ്രതിരോധിക്കുകയാണ്, നമ്മളെങ്ങനെ മാസ്ക് വെക്കുന്നു, അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നു, അങ്ങനെ നമ്മൾ പരമാവധി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അത് നമ്മൾ വിജയിക്കുന്നു. കേരളം മോഡലുമാകും. പക്ഷേ ഇതല്ലാതെ നാളെ മറ്റൊന്ന് വന്നാൽ അല്ലെങ്കിൽ ഇതുപോലും ആവർത്തിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് നാളേക്ക് നമ്മളൊരു സംസ്കാരം വളരും. ആ സംസ്കാരം പ്രതിരോധ സംസ്കാരമാണ്. പ്രതിരോധ സംസ്കാരത്തിലൂടെയാണ് ഭക്ഷണശീലങ്ങൾ മാറുക, ജീവിതശൈലികൾ മാറുക, കൃഷി, നമ്മുടെ കാർഷിക വൃത്തികൾ മാറുക. മോണോകൾച്ചറാണ് മൊത്തം നമ്മൾ കാണുന്നത്. അതെല്ലാം ഡൈവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന ജൈവ വൈവിധ്യം എന്ന സങ്കല്പം ഒക്കെ വളർത്തുമ്പോൾ മനസ്സിൽ ഒരു പുതിയ ആശയം അങ്ങനെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ഒരു പരിപാടി, അത് മാത്രമാണ് ഒരെണ്ണമാണ് പറയുന്നത്, അക്ഷരവൃക്ഷം പരിപാടി തയ്യാറാണ്. പരിപാടി എന്താന്ന് വെച്ചാല് ശുചിത്വം, പരിസര മലിനീകരണം, പ്രതിരോധം, ഈ മൂന്ന് മേഖല നമ്മളിപ്പോ സംസാരിച്ച ഈ കുട്ടികൾക്ക് കഥാ, കവിത, ലേഖനം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് സ്കൂൾ വിക്കിയിൽ അപ്ലോഡ് ചെയ്യാം. അതിൽ നോക്കി സെലക്ട് ചെയ്തുകൊണ്ട് NCERT പുസ്തകം പ്രസിദ്ധീകരിക്കും. 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഒരു പ്രോജക്റ്റാണ്. ഇതെന്തിനാണ്? ഇതിന്റെ ആശയം എന്താ? 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കൊറോണ അടക്കമുള്ളതിന്റെ ചിത്രം ഇട്ടിട്ടുണ്ട്. പലരും പറയും ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓൾറെഡി ഉണ്ട്. പക്ഷേ 4 വർഷം മുമ്പ്, അതായത് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസം ആരംഭിക്കുന്ന മുമ്പ് ഈ ക്ലാസ്സിലുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രമാണ്. പാഠപുസ്തകത്തിലുള്ളത് പരീക്ഷയ്ക്ക് പഠിക്കാൻ ജീവിതമാണ്. പൊതു എല്ലാത്തിനും നല്ല മാർക്കും കിട്ടും. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് അധ്യാപകരോട് പറഞ്ഞു, പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നില്ലേ പോവാ. ഇത് രണ്ടൊന്നാണ്. പാഠപുസ്തകങ്ങളിൽ പഠിച്ചതും ജീവിതാനുഭവം ബന്ധിപ്പിക്കുമ്പോൾ കുട്ടിക്ക് പലതരത്തിലുള്ള ചിന്തകളുണ്ടാകും. ആ ചിന്തകൾ സർഗശേഷിയുള്ള കുട്ടികളിൽ വന്നാൽ ആ സർഗശേഷി കവിതയാണ്, അത് കഥയായിട്ട് മാറും. അപ്പൊ കഥയും കവിതയും ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ ലക്ഷ്യം ഈ കുട്ടിയിലുള്ളിലുള്ള സർഗശേഷി പാഠത്തിൽ പഠിച്ചതും ജീവിതാനുഭവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ ദാർശനികമായി. അങ്ങനെ 48,000 കുട്ടികളാണ്
കഥകളും കവിതകളും അതിൽ ആ കഥകളും കവിതകളും വായിച്ച് വളരെ മനോഹരമായി അതൊക്കെ എന്നേക്കുമായി ആശീർവാദം. അതുകൊണ്ട് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് കൊടുക്കണം. ഇങ്ങനെ നിരവധി പേര് ഞാൻ ഒരെണ്ണം സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം വളരെ ബോധമുണ്ട്. പ്രളയകാലത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി നേട്ടത്തിൽ പ്രളയാക്ഷരങ്ങൾ എന്നൊരു പുസ്തകം എം ടി വാസുദേവൻ, ടി പത്മനാഭൻ സങ്കല്പം. അതുകൊണ്ട് ആശയോൽപാദനം നാളേക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുക. ഇത് എന്നേക്കുമുള്ളതാണ്. അടയാളപ്പെടുത്തലാവും അക്ഷരപക്ഷം. വളരെ ദാർശനികമായി തന്നെ ഈ പ്രശ്നത്തെ നാളത്തെ സമൂഹത്തിലെത്തിക്കാനുള്ള ശ്രമമാണ്. വളരെ വളരെയധികം പദ്ധതികൾ, വളരെ അനുഭവങ്ങളുടെ ഒരു സന്തുലനത്തിലൂടെ കടന്നു പോകാൻ, തീച്ചുളയിലൂടെ കടന്നു പോകാൻ ഒക്കെ വിദ്യാർത്ഥിയെ സഹായിക്കുന്ന യഥാർത്ഥ പാഠ്യ പ്രവർത്തനം അതായി മാറുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ യജ്ഞത്തിലൂടെ നടന്നു വരുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. ഇത്തരം ഒരുപക്ഷെ ദുരന്തമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അനുഭവങ്ങൾ കൂടി വിദ്യാർത്ഥിയുടെ അനുഭവത്തിന്റെ ആ ഒരു കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. അത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവങ്ങളിലൂടെ കൂടുതൽ മികച്ച വ്യക്തികളായി മാറാൻ, കൂടുതൽ മികച്ച ചിന്തകൾ ഉണ്ടാകാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ മുമ്പ് നമ്മൾ സാറ് സൂചിപ്പിച്ച ലേഷാറ്റിയർ പ്രിൻസിപ്പിൾ അടക്കം നമുക്ക് ഇത്തരത്തിലുള്ള ശാസ്ത്ര സത്യങ്ങളെ യാഥാർത്ഥ്യവുമായി കണക്ട് ചെയ്തുകൊണ്ട്, പ്രകൃതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാനാകുന്ന അധ്യാപകർ അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ സാർ ഇതുപോലുള്ള വിഷയങ്ങളിൽ? അത് ഇപ്പൊ സാറിന്റെ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ഇതിപ്പോ ഞാൻ സൂചിപ്പിച്ച പോലെ 46ാമത്തെ വെബിനാറാണ്. ധാരാളം മികച്ച വ്യക്തികൾ ഇതിലൂടെ കടന്നുപോയി. ധാരാളം അധ്യാപകർ, പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ളവർ, കോളേജ് വിദ്യാഭ്യാസ മേഖലയിലും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെയുള്ള അധ്യാപകർ ഈ ക്ലാസ്സുകൾ നയിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഓരോ ദിവസവും 8:30 മുതൽ വൈകിട്ട് 9:30 വരെ നിരന്തരമായി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സാപ്പിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ. അപ്പൊ അതിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത, ചില അധ്യാപകരൊക്കെ അവരുടെ ക്ലാസ്സുകൾ ആവർത്തിക്കുന്നു. ഒരു ക്ലാസ്സിന് ശേഷം വേറൊരു ക്ലാസ്സിന് ഇതേ അധ്യാപകൻ വരുന്നു. 2 or 3 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അവരുടെ കഴിവുകൾ ഇതുപോലെയുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. അസാപ്പ് ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ ക്ലാസ് ഒരു റെക്കോർഡ് ചെയ്ത് ലഭ്യമാക്കാൻ കൂടി ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ ആശയങ്ങളോടൊപ്പം തന്നെ അധ്യാപകര് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ഇത്ര മനോഹരമായി ഉപയോഗിക്കാനാകും എന്ന് അധ്യാപകർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് വളരെ വളരെ നന്നായി ഒരു അധ്യാപകന്റെ റോൾ കൈകാര്യം ചെയ്തതാണ് ഈ ക്ലാസ്. സ്വതസിദ്ധമായി സാറിന് വന്നതാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. ഒരേ ഒരു കാര്യം കൂടെ സാർ, ബഹുമാനായ ONV കുറുപ്പിന്റെ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന ഒരു കവിത 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ് മാറിയോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഈ കവിത പോലെ ഒരുപക്ഷെ പ്രകൃതി ഹൃദയത്തിൽ തട്ടുന്ന നോവായി മാറ്റി അവതരിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ കൂടി ഈ പ്രകൃതി സന്തുലനം, ഇതുപോലുള്ള ദുരന്തങ്ങൾ, പ്രകൃതി പ്രശ്നങ്ങൾ ഇതിനോടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥിയെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിലാക്കും. അവിടുത്തെ പ്രശ്നം ഇതല്ല, ശാസ്ത്രവും ഭാഷയും കൂടി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസ തലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും സാധാരണ ഉണ്ടാകാറില്ലാത്തൊരു കാര്യമാണ്. ഭാഷാ പഠനത്തിന്റെ രീതിയിൽ പോകുന്നു, ശാസ്ത്ര പഠനത്തിന്റെ രീതിയിൽ പോകും. ഇത് രണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഇത് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാന വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് തോന്നുന്നു. കാരണം ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ സാധിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഷ മാത്രമല്ല, ചരിത്രം, ഭാഷയും ശാസ്ത്രവും. ചരിത്രത്തിൽ ശാസ്ത്രമുണ്ട് എന്ന് പലരും പറ്റുന്നില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഫിസിക്സോ കെമിസ്ട്രി എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് പൊതുവിൽ വരുന്നത്. യുക്തിപൂർവം എന്നാണ് അതിന്റെ അർത്ഥം. ശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെ യുക്തി. ശാസ്ത്രം പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ശാസ്ത്രം പഠിക്കുന്നത് ശാസ്ത്രബോധം ഉണ്ടാകാനാണ്. അവിടെയാണ് നേരത്തെ ഭൂമിക്ക് ഒരു ചരമഗീതം ആ കവിതയും അതേസമയം ഈക്വിലിബ്രിയം എന്ന കെമിസ്ട്രി പരസ്പരം ചേരും. ശാസ്ത്രബോധം ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ മനസ്സിൽ പല യുക്തികളും ഉണ്ടാവണം. ശാസ്ത്രത്തിന്റെ അടിത്തറ യുക്തിയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് യുക്തിയുണ്ട് ശാസ്ത്രം. ആ യുക്തി എന്ത് എന്ന് പഠിപ്പിക്കുവാൻ സാങ്കല്പികമായോ കാൽപ്പനികമായോ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഉപകരണം ഉപയോഗിച്ചാൽ ആ യുക്തി മനസ്സിലേക്ക് പകർത്തി കഴിഞ്ഞാൽ മനസ്സ് ആ യുക്തിയുള്ള മനസ്സായിട്ട് മാറും. അല്പം കഴിഞ്ഞാൽ യുക്തിപൂർവം ചിന്തിക്കുന്ന മനസ്സായിട്ട് മാറും. യുക്തിപൂർവം ചിന്തിക്കുന്ന മനസ്സിലാണ് അന്ധവിശ്വാസം ഇല്ലാത്ത ശാസ്ത്രബോധം ഉണ്ടാവുന്നത്.
അതിന് ചരിത്രവും ചിലപ്പോ പഠിപ്പിക്കും, നവോത്ഥാന ചരിത്രവും അതിന്റെ ശാസ്ത്രവും പഠിപ്പിക്കും. അപ്പോഴാണ് ചെങ്ങമ്പുഴയുടെ വാഴക്കുല പഠിക്കുമ്പോൾ, മറ്റേ മലയക്കുലയിന മാടത്തിൽ നിൽക്കുന്ന വാഴ പഠിക്കുമ്പോൾ അതൊരു കവിത എന്നതിനപ്പുറം സാമൂഹിക വിമർശനമാണ് എന്ന ശാസ്ത്രം അതിൽ പഠിപ്പിച്ചാലേ ആ കവിത പഠിക്കുന്നത് കുട്ടിയുടെ മനസ്സിലൊരു യുക്തി ഉണ്ടാവും. മലയപ്പുലയന് അന്ന് വാഴ മുറ്റത്ത് നടുമ്പോൾ എന്റെ വാഴയല്ല എന്ന് മലയപ്പുലന് തോന്നിയില്ല. അന്ന് മലയപ്പുലയന് ഭൂമിയില്ലല്ലോ, തമ്പുരാന് മാത്രമേ ഭൂമിയുള്ളൂ. അങ്ങനെ വാഴ വലുതായി കായ വെട്ടാറായപ്പോൾ കായ വെട്ടാൻ മലയപ്പുലയൻ കൊടുത്തതാണ് തമ്പുരാൻ അത് വെട്ടി ഇല്ലത്ത് കൊണ്ട് കൊടുക്കാൻ പറയുന്നത്. മലയപ്പുലയും തിരിച്ചറിയുമ്പോഴും മലയപ്പുലയുടെ കുട്ടി തിരിച്ചറിയുന്നില്ല. ഇത് സയൻസ് ആ സമൂഹത്തിന്റെ അന്നത്തെ അവസ്ഥ കൃത്യമായി മനസ്സിലേക്ക് എത്തിക്കുന്നു. ആ മനസ്സിലേക്ക് ശാസ്ത്രീയമായിട്ടാണ് എത്തിക്കുന്നത്, കാവ്യാത്മകമായിട്ടാണ് എങ്കിലും അതിൽ കുറച്ച് എന്താണ് അതിശയോക്തി ഉണ്ടെന്ന് ആർക്കും തോന്നുകയില്ല. കാരണം അന്നത്തെ സാഹചര്യം. ഇന്ന് അതേ കവിത വന്നാൽ മലയപ്പുലയനെ മാടത്തും മുറ്റും മലയപ്പുലയിൽ നിന്നും ഇന്നത്തെ യുക്തി വേറൊന്നാണ്. അപ്പോ ഈ കാവ്യഭാവങ്ങളും അതുപോലെ തന്നെ ചരിത്രഭാവങ്ങളും നവോത്ഥാന ഭാവങ്ങളും ശാസ്ത്രവും സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള അറിവാണ് ഉണ്ടാവുക. കൃത്യമായിട്ട് അത് വാസ്തവത്തിലുള്ള ഇന്റഗ്രേറ്റഡ് പഠനം, ഉദ്ഗ്രഥിതമായിട്ടുള്ള പഠനം. അത് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഉയർന്ന തലാണ് ഇപ്പോൾ പറഞ്ഞത്. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവരത്തെ അറിവാക്കി മാറ്റുന്ന പ്രത്യേക. പണ്ട് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്, കളക്ഷൻസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇന്ത്യയുടെ മറ്റേ പ്രധാനമന്ത്രി ആരാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്, തലസ്ഥാനം ഇതാണെന്നുള്ള ഈ വിവരം നമ്മൾ അതിനെ അറിവാക്കി മാറ്റുകയാണ്. ആ അറിവിനെ ഒന്നുകൂടി ഉയർത്തേണ്ട കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചു. ഈ കവിതയും അതായത് കാവ്യസങ്കല്പങ്ങൾ, കാൽപ്പനിക സങ്കല്പങ്ങൾ വെറും കാൽപ്പനിക മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ വ്യവസ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാകേണ്ട ഒരു അവസ്ഥയെ സമൂഹ മനസ്സിലെത്തിക്കുന്നതാണ് കാൽപ്പനിക സങ്കല്പം. അതിലൊരു സയൻസ്, ആ സയൻസും ഫിസിക്സും കെമിസ്ട്രിയായിട്ട് ബന്ധമുണ്ട്, കൃത്യമായിട്ട് ബന്ധമുണ്ട്. നിയമങ്ങൾ കൃത്യമായിട്ട് അത് ബന്ധിപ്പിക്കണം. അത് കുറെ കൂടി വളർന്നതിന് ശേഷം വികസിപ്പിച്ചെടുക്കേണ്ട വലിയൊരു പാഠ്യ പദ്ധതിയാണ്. വളരെ കറക്റ്റ്. ഒരു മണിക്കൂറോളമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അസാപ്പിന്റെ പ്രതിനിധികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു 2000-ഓളം പേര് സാറിന്റെ ഈ സംസാരം ഇപ്പോ കേൾക്കുന്നുണ്ട്, പലരും പ്രതികരിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ, ഒരുപക്ഷെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയിൽ മാത്രം ഒതുക്കി നിൽക്കാതെ വളരെ വലിയ തലത്തിലേക്കാണ് സാറിന്റെ വാക്കുകൾ പോയത്. ഇതിന് സമാനമോ ഇതിലും വലുതോ ആയ വലിയ മഹാമാരികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം പാരിസ്ഥിതികമായ ഒരു സന്തുലനം നിലനിർത്തിക്കൊണ്ട് സ്വസ്ഥമായ മനസ്സോടെ സഹജീവിയെ മനസ്സിലാക്കി, സഹജീവി എന്ന് പറയുന്നത് വളരെ ചെറിയ മൈക്രോ ഓർഗാനിസം മുതൽ വലിയ ജീവി വരെയുള്ള എല്ലാവരെയും സഹജീവിയായി കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയുമാണ് അങ്ങയുടെ ആശയം. വളരെ ഉയർന്ന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർ. വളരെ നന്ദി. അസാപ്പിന്റെ വെബിനാർ സീരീസിലേക്ക് വരുവാനും ഇതിനെ സംസാരിക്കുവാനും തയ്യാറായതിന് അങ്ങയോട് അസാപ്പിന്റെ പേരിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലും വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.